1 യോഹന്നാൻ 5:7 ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. ഇവിടെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവാത്മാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യതകളെയും ആത്മാവ് അതിൻ്റെ സാക്ഷിയായി കൂടെ നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ സ്നാനം സ്വീകരിക്കുമ്പോൾ പോലും അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാക്ഷ്യം അവിടെ ഉണ്ടാവുകയാണ്. യേശു കർത്താവ് സ്നാനമേറ്റ് കയറിയപ്പോൾ സ്വർഗം തുറന്നു, ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. പിതാവ് സാക്ഷ്യം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നാം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾക്ക് അവിടെ ആത്മാവ് സാക്ഷിയാണ്. ഒരു പക്ഷേ അനീതിയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ അവിടെ ഒരു ദൈവനീതി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷിയാണ്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ, വിത്ത് ഗോഡ്, ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം നാം നയിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും, നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. മാത്രമല്ല സാക്ഷ്യം വഹിക്കും. അനീതികൾ അനുഭവിക്കുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി ദൈവമക്കൾക്കായി വെളിപ്പെടും. ജഡീകരായി ജീവിക്കുന്നവർക്ക് ഒരു ദൈവനീതിയും ദൈവപ്രവൃത്തിയും വെളിപ്പെടുകയില്ല. എന്നാൽ ഒരു നീതിബോധമുള്ളവർക്ക്, ദൈവഭയമുള്ളവർക്ക്, താഴ്മയുള്ളവർക്ക്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. സാക്ഷിയായി നിൽക്കുന്ന ആത്മാവ് നമുക്കായിട്ടുള്ളപ്പോൾ വേഗത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു ദൈവപൈതൽ നിമിത്തം വെളിപ്പെടുമെന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവനീതി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. സൈലൻറ്റ് സാക്ഷിയായി, നിശബ്ദ സാക്ഷിയായി നിൽക്കുന്ന ദൈവാത്മാവിനെ വേദനിപ്പിക്കാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ പരിപാലിക്കാമോ? ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സംഭവിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.